കോതമംഗലം റവന്യൂ ടവറിന് സമീപം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന തണൽ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. കാറ്റിൽ മരച്ചില്ലകളും മരങ്ങളും ഒടിഞ്ഞു വീഴുന്നതിനാൽ റവന്യൂ ടവർ അങ്കണത്തിലെത്തുന്നവർക്കും വാഹനങ്ങൾക്കും ഈ മരങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കോതമംഗലം റവന്യൂ ടവറിന് സമീപം വളർന്നു പന്തലിച്ചു നിൽക്കുന്ന തണൽ മരങ്ങൾ അപകടക്കണി സൃഷ്ടിക്കുകയാണ്. കാറ്റിൽ മരച്ചില്ലകളും മരങ്ങളും ഒടിഞ്ഞു വീഴുന്നതിനാൽ ടവർ അങ്കണത്തിലെത്തുന്നവർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി മാറുന്നു. കഴിഞ്ഞ ദിവസം പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിരുന്നു. ദിവസവും നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രധാന കേന്ദ്രമാണ് കോതമംഗലം റവന്യൂ ടവർ. എന്നാൽ ടവർ പരിസരത്ത് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ ആശങ്കയാകുന്നത്. കാറ്റ് ശക്തമാകുമ്പോൾ മരങ്ങളുടെ വലിയ കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ടവർ അങ്കണത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണതും ആശങ്ക വർദ്ധിപ്പിച്ചു. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമുണ്ടായില്ല. അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഉണങ്ങിയ കൊമ്പുകളും ടവർ പരിസരത്തുണ്ട്. ദിവസവും നിരവധി പേർ സഞ്ചരിക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായ സ്ഥലമായതിനാൽ മരങ്ങൾ വീണാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും കൊമ്പുകളും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ടവറിലെത്തുന്നവരുടെയും ആവശ്യം. പാഴ്മരങ്ങളെല്ലാം വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് മറിഞ്ഞടിക്കുന്ന പാരം തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല. എല്ലാ മരങ്ങളും വെട്ടിക്കളയുന്ന അതിൽ ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ്, ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ റവന്യൂ ടവറിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇത് വെട്ടിക്കളയേണ്ടത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.